ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെയൊക്കെ വീഡിയോ കണ്ടിട്ട് സൺഡേലത്തെ വീഡിയോയ്ക്ക് നല്ല റെസ്പോണ്ട് തന്നെല്ലാവരും കമൻസൊക്കെ ഇട്ടു. ഇന്നത്തെ വീഡിയോയിൽ ഈ കമൻസൊക്കെ ഇടുന്നവർക്കെല്ലാം ഒത്തിരി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ എനിക്ക് ഒത്തിരി എൻകറേജ് ആണെന്നൊക്കെ. അപ്പോൾ അതിൽ വെച്ച് എൻ്റെ കമൻറ്റ് കണ്ടാൽ ചേച്ചിക്ക് എങ്ങനെ തോന്നും? എല്ലാവരുടെയും സത്യമാണ്, നിങ്ങളുടെ കമൻസ് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് കമൻസൊക്കെ ഇടണം കേട്ടോ, ഇടാത്തവരൊക്കെ. പിന്നെ ഞാൻ പറയണ്ടേ ഏതും പറഞ്ഞില്ല, അന്നേരം എൻ്റെ സന്തോഷം കൊണ്ടെങ്കിൽ പറയുക, എൻ്റെ വീഡിയോ ഒരു ഫാദർ വരെ കണ്ടു എന്നുള്ളതാണ്. കാരണം ഒരു ഫാദറൊക്കെ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻസ് ഇടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു ഈ പാവം പിടിച്ച ഈ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ചാനലുകളൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ കാണുന്നു, ഒരു മിനിറ്റ് കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമല്ലേ കണ്ടു എന്നൊക്കെ അറിയുമ്പം. പിന്നെന്താ, പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് വന്ന്, വിജി റിച്ചാനോട് പറയാം ഇടയ്ക്കൊക്കെ ഒന്ന് എല്ലാവരും കൂടെ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകണമെന്ന്. ഈ കമൻറ്റ് റേച്ചാനോട് പറയണേന്ന്. റേച്ചാൻ 100% പോകാൻ തയ്യാറായിട്ടിരിക്കുക, റേച്ചാനും പിള്ളേരും. ഞാനാ പോകാത്തത്. കാരണം എനിക്കെന്താ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേരിൽ എനിക്ക് ട്രാവലിങ് ചെയ്യുമ്പോൾ ഒത്തിരി വൊമിറ്റിങ്ങും, പിന്നെ ആ ഒരു ദിവസത്തെ പോക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം അതിൻ്റെ മഞ്ഞ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് എനിക്കാ പോകാൻ വയ്യാത്തത്. എന്നോട്ട് ഇവർ പറയുക ഓരോരുത്തർക്ക് നമുക്ക് പോകാമെന്ന്. അപ്പം എൻ്റെ ഈ സിറ്റുവേഷനും കൊണ്ടാണ് പോകാത്തത്. അല്ല, റീച്ചാൻ അവർക്ക് പോകാൻ നല്ല താല്പര്യം കേട്ടോ. ഇങ്ങനെ ഈ അടുത്തെങ്ങാണോ ഉള്ളിടത്താണെങ്കിൽ എനിക്ക് പോകുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ എനിക്ക് വണ്ടിയിൽ യാത്ര, എല്ലാവരും പറയും മെഡിസിനൊക്കെ കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ, നമ്മൾ വോമിറ്റിങ്ങിൻ്റെ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മന്ദത പോലെ അങ്ങിരിക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പം ഇത്തിരി ത്രില്ലിൽ പോകണ്ടേ, ഇവരെന്നെ നോക്കുമോ അവർ എൻജോയ് ചെയ്യുമോ? അതുകൊണ്ടാണ് എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു അതുകൊണ്ടാണ്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ കാണുക. ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് ഈ വീഡിയോകൾ എടുത്തിടുന്നത് കേട്ടോ. ഇത് നേരത്തെ എടുത്തതാണ്. അപ്പം അവനെ കൊണ്ടൊക്കെ ഇച്ചിരിച്ച് പിള്ളേർ അതെപ്പോഴും ഇല്ല, ഇവരിത്തിരി നല്ല ഇതിലിങ്ങനെ ഇരിക്കുമ്പം ഞാൻ ചെന്ന് പറയാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നു. വെറുതെ അവന്മാർ ഈ മൊബൈൽ കാണണമെന്ന് പറയുവാണെങ്കിൽ അന്നേരം എന്തെങ്കിലുമൊക്കെ ജോലി കൊടുത്ത് അവിടെ ഇരുത്തും കുറച്ച് നേരം. അല്ലാതെ എന്തോ ചെയ്യാനാ. പിന്നെന്താ, അപ്പോൾ ഇന്നലെ പോൾമോൻ്റെ മൊബൈൽ വാങ്ങിച്ചോണ്ടേ ജയവറേറ്റ് പറഞ്ഞ്, ഇപ്പം മൊബൈൽ നമ്മൾ വാങ്ങി പിന്നെ അവർ തന്നെ എടുത്തോളൂ എന്ന്. ശരിയാ, ഇപ്പോഴും തന്നെ എടുക്കും. ഞാൻ കൊണ്ട് കബോർഡിൽ വെച്ചിട്ടേ പൂട്ടും, ചാവി എന്നിട്ട് ആ കിച്ചണി ഞാൻ നിൽക്കുന്നിടത്ത് കൊണ്ടുവെക്കും. കാരണം കാണണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ നിർബന്ധം കാണിക്കത്തില്ല. റേച്ചാനും പറയും, നീ കളിക്കാൻ പോകേണ്ട സമയത്ത് കളിക്കാൻ പൊയ്ക്കോ, പക്ഷേ ഒരു ടാർഗറ്റ് വെച്ചിട്ട് നീ പഠിക്കുക. ഇത്രയും അപ്പോൾ റേച്ചാൻ അതാ പറയുന്നത്. ഞാനും പറയുന്നത് കളിക്കണ്ട കാണണ്ട ഒന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പഠിത്തം കൂടെ നടത്തട്ടെ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഇത് കാണും. അടുത്ത ആൾ വന്ന് ഞാനിപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് പഠിക്കെന്ന് പറഞ്ഞു. ഇന്നൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? ഒരു ദിവസം സ്കൂളിൽ പോകാതിരിക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ ചോദിച്ചിട്ടും എല്ലാവരും തരണമെന്നില്ലല്ലേ, എല്ലാവർക്കും മടിയല്ലേ അത് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യുന്നതല്ലേ. ഇപ്പം ആ കൊച്ചിനെ എഴുതണമെന്നൊക്കെയുള്ളൊരു ചിന്ത ഞാനാണെങ്കിൽ ഉണ്ടെങ്കിൽ ഉടനെ കൊടുക്കും കേട്ടോ, പറയല്ലേന്ന്. ഇപ്പം ഇവനോട് ഞങ്ങൾ പറയും, വേണ്ട സ്കൂളിൽ ചെന്നിട്ട് നിൻ്റെ അടുത്തിരിക്കുന്നവരുടെ ചോദിക്കണം ഇന്നലെ എന്തോ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വന്നേന്ന്. അപ്പോൾ വന്നിട്ട് പറയും, ഞാൻ മറന്നുപോയെന്ന്. ഇന്നിപ്പം ഞാൻ നോക്കിയുണ്ടേ വന്നുടനെ ഓട്ടി വന്ന് മൊബൈൽ എടുത്തിട്ട് ബുക്കോ ഞാൻ ചിന്തിച്ച് വന്നുണ്ടേ കൊച്ചെന്തോ ബുക്കൊക്കെ എടുക്കുന്നത്, ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് കിടന്ന് ഇങ്ങനെ തുള്ളിച്ചാടുന്നത്. എന്തുവാ സ്കൂളിൽ ചെയ്ത കൂട്ടുകാരുടെ എന്തോ വരുന്നത്, കാർട്ടൂണോ എഴുതിക്കൊണ്ട് വന്നേക്കോ അതിൻ്റെ ടോപ്പിക്ക് ഹെഡിങ്, എന്നിട്ട് സെർച്ച് ചെയ്യുന്നിരുന്നു. അത് പഠിക്കാൻ കാണിക്കുമോ? ഞാൻ പിന്നെ ചോദിക്കാം. നീച്ച പോയിട്ട് ഞാൻ എളുപ്പം വരണം. ഇപ്പം 7:30 1 hour വരണം. നിനക്ക് വയ്യ, ടീട്ടി കളിച്ചാൽ മതി. എനിക്ക് താഴോട്ട് വരാൻ വയ്യ, ഇനിയും വിളിക്കാൻ. ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാം. 9 മണി വരെ ഒന്നും നിൽക്കേണ്ട പ്രൈസ്. നിനക്ക് വയ്യ, ഞാൻ പിന്നെ അങ്ങ് വിടുന്നല്ല ഉള്ളു.
ഞാനിവിടെ ഇത് പ്രൈസൻ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ കയറി വരണം. അത് കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ ഞാനങ്ങ് എത്താം. ആ തല ചീവിയിട്ട് പോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇപ്പോൾ രാവിലെ ചായയൊക്കെ റെഡിയായി, അതൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പോഹ ഉണ്ടാക്കാമെന്ന് വെച്ച് ഇന്ന് വേണ്ട ചായ തിളച്ച് പോയി. അതാ അപ്പം ചരുവത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുമായിരുന്നു. അടുപ്പിൽ പലതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്ന് തീ കുറച്ചെന്നും പറഞ്ഞിരുന്നേ, പക്ഷേ തീ ഉണ്ടായിരുന്നു. അപ്പോൾ പോഹ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചായ എല്ലാവർക്കും കൊടുത്തിട്ടു. സവാള ഞാൻ അരിഞ്ഞവിടെ വെച്ചു. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് പോഹ നാട്ടിലങ്ങനെ ആരും അങ്ങനെ ഉണ്ടാക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പോഹ കാണുമ്പോൾ പലരും പറയും കഴിക്കാറില്ല, ചിലർ പറയും കണ്ട് ഇഷ്ടമായി. അപ്പോൾ എന്നോട് എന്തോ ഒരു ദിവസം പറഞ്ഞായിരുന്നു, ചേച്ചി കണ്ട് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ട്. ഇവിടെ അന്ന് ഞാനത് പറയാൻ വീഡിയോയിലും പറയാനും മറന്നുപോയി. എന്തോ ഇന്നത് കാണുന്നുണ്ടോ എന്തോ അവൽ വാങ്ങിക്കുന്നതിന് ഉണ്ടാക്കണമെന്ന്. എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ ഇതും കൊണ്ടുണ്ടാക്കുക. ഇവിടെ ഇച്ചിരി കട്ടിയുള്ള അവലും കിട്ടും, ഇച്ചിരി കട്ടി കുറഞ്ഞതും കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് വാങ്ങിക്കുന്നത് ഇച്ചിരി കട്ടി ഉള്ളതാണ് കേട്ടോ. മറ്റേതെന്ന് പറയുന്നത് കട്ടി കുറഞ്ഞതാണ്. അപ്പം നാട്ടിലത്തേതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ചെയ്തിട്ടില്ല, അറിയത്തില്ല കേട്ടോ. അതങ്ങ് വെള്ളം നമ്മൾ ഒഴിക്കുമ്പോഴേ അതങ്ങ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആവത്തില്ലേ. അങ്ങനെ ഇപ്പം ഞാൻ കപ്പലിൻ്റെയൊക്കെ ഒന്ന് വറുത്തിട്ട് കുറച്ചിങ്ങെടുത്ത് മാറ്റി. പിന്നെ കറിവേപ്പില ഇട്ടത്. കറിവേപ്പില ആദ്യം ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇതിപ്പം ഞാൻ നേരത്തെ പോളിന് അത്ര താല്പര്യമില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്നൊരു ദിവസം ചർച്ചിൽ കഴിച്ച് പിന്നെ ഇച്ചിരി മുളക് പൊടി ഞാനിടും. അപ്പം മുളക് പൊടി ഇടുന്നുണ്ടേ, പച്ചമുളക് ഇട്ടാൽ അവന് അത്ര ഇഷ്ടമല്ല. ഇതിൻ്റെ അകത്ത് ഈ പച്ചമുളകൊക്കെ ഞാനാണ് എടുക്കുന്നത്. ആ മുളക് പൊടി ഇട്ട് ചെയ്തുണ്ടേ അവനിഷ്ടം. അപ്പം ഇവൻ മിക്ക ദിവസവും രാത്രി ചോദിക്കും, നാളെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് പോഹയാണെന്നറിഞ്ഞത് കൊണ്ട് റേച്ചാനോട് ഇന്നലെ പറഞ്ഞ് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകണേ വിളിച്ചു പറഞ്ഞ് ഈ സേവ് എന്ന് പറയുന്നൊരു സാധനം കിട്ടും, ആ സേവ് ഇട്ട് ഈ പോഹ കഴിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. എനിക്കതിനോട് അത്ര താല്പര്യമില്ല, പക്ഷേ പിള്ളേർക്ക് ഇവിടെയൊക്കെയുള്ള പിള്ളേർക്കൊക്കെ ആ സേവ് ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞ് ചേർക്കാനേ. അപ്പം മുളക് പൊടിയും ചേർത്ത് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവലിട്ട് കൊടുക്കും. അപ്പോൾ അവനൊന്ന് കൊച്ചവനാണെങ്കിൽ ഈ സമയത്തൊക്കെ അവനിച്ച് വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. അല്ലേലും അവൻ ഈ പോഹ കാണുമ്പോഴേ ഇഷ്ടമല്ല. പിന്നെ എന്നൊന്നും അവന് ഇഡലി വേണ്ട, പോഹ വേണ്ട, ഉപ്പുമാവ് വേണ്ട. പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കിയ അവന് ഈ പാവ് ഭാജി അങ്ങനെയൊക്കെ പാസ്ത അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പൂരിയാണെങ്കിലും അവൻ അത്ര താല്പര്യമില്ല. ചില സമയത്ത് മൂഡ് പോലെ ചിലപ്പോൾ കഴിക്കും. ഒരിടയ്ക്ക് ക്ഷീര ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ റവയും കൊണ്ടുണ്ടാക്കുന്നത്. പിന്നെ അതും വേണ്ടാതായി. അപ്പോൾ അവനിങ്ങനെ കഴിക്കാതൊക്കെ കുറച്ച് നേരം ഇരുന്നു. ഞാൻ പറഞ്ഞിടാ മെഡിസിനൊക്കെ കഴിക്കേണ്ടതല്ലേ, കഴിക്കണമെന്ന്. എവിടെ കേൾക്കാൻ അവൻ വേണ്ട. എന്നിട്ട് സേവ് ഇട്ട് ഇച്ചിരി പപ്പ പറഞ്ഞിടാ സേവ് ഇട്ട്. ഇവൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ പിന്നെ റേച്ചാൻ കഴിക്കുമ്പോൾ റേച്ചാൻ ഒന്ന് അവനെ നിർബന്ധിച്ച് കുറേ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് തീറ്റിച്ച് നോക്കും. എന്നാലും ചില സമയത്ത് കഴിക്കും, ചില സമയത്ത് കഴിക്കത്തില്ല. അപ്പം നമ്മുടെ പോഹയൊക്കെ റെഡിയായി, പിള്ളേർക്കുള്ളത് മാറ്റി വെച്ചു. കൊച്ചവൻ വേണ്ടാന്നും പറഞ്ഞ് നിൽക്കും. എന്താണെന്ന് ഞാൻ ഇച്ചിരി കപ്പലണ്ടി കുറഞ്ഞത് അവർക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി കപ്പലണ്ടി എടുത്തിട്ടു. നല്ല ടേസ്റ്റാടാ. നാണ്ട് അച്ചാച്ചൻ തിന്നുന്നത് പോലെ തിന്നു. അവിടെ ഇരുന്ന് എഴുതാടാ പ്രൈസൻ. പ്രൈസൻ 2 ദിവസം പോയില്ലല്ലേ. അപ്പം വാട്സപ്പിൽ വാങ്ങിച്ച് ഇന്നലത്തെ ഗ്രൂപ്പിലല്ലാതെ അവരും സെപ്പറേറ്റ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് വാങ്ങിക്കും. അപ്പം ഞങ്ങളും അവരുടെ നിന്ന് വാങ്ങിക്കും. ഒരു കൊച്ചുണ്ട്, അപ്പോൾ അവർ തന്നായിരുന്നു. അപ്പോൾ അത് എഴുതിപ്പിക്കുക. എന്നിട്ട് അവന് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് വയ്യാതൊക്കെ ഇരിക്കുമല്ലോ, ഇന്നലെ ഒന്നും കുളിപ്പിച്ചില്ലായിരുന്നു, നല്ല ചുമയായിരുന്നു. അപ്പോൾ ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് ഒന്ന് കുളിക്കാനൊക്കെ അവന് വെള്ളം വെച്ചു. പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ രാവിലത്തെ എല്ലാം കഴിയുമ്പം തന്നെ അടുക്കളയെല്ലാം ഒരു കുളമാവും.
എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം ക്യാനി ഒഴിച്ച് വെക്കണം. എന്നിട്ട് വീണ്ടും തിളപ്പിക്കണം. അപ്പം വെള്ളം അധികം ക്യാനിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞ് അധികം ഉണ്ടെങ്കിൽ ഉടനെ അങ്ങ് ഞാൻ ബോട്ടിലുകളിൽ നിറയ്ക്കും. അപ്പം പിന്നെ കുഞ്ഞു വായുള്ള കുപ്പിയാണെങ്കിൽ ഇങ്ങനെ ചോപ്പ് വെച്ച് ഫനൽ വെച്ച് ഒഴിക്കും. അല്ല വലിയ വായുള്ളതാണെങ്കിൽ ഡയറക്റ്റ് പിടിക്കും. അങ്ങനെ വെള്ളം ബാക്കി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ബോട്ടിലുകളിൽ അങ്ങ് നിറച്ചിട്ട് പിന്നെ ബാക്കി അതിൽ നിറച്ച് വെച്ചു. അപ്പോൾ ഇത്രയും. എന്നിട്ട് പാത്രങ്ങൾ ഇനിയും കഴുകാനുണ്ട്. ഈ കിച്ചണെല്ലാം സ്ലാവെല്ലാം ഒന്ന് പാതാമ്പരമെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് തിളപ്പിക്കാനൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ പകുതി അടുക്കളയെല്ലാം ജോലി ഒരു ആശ്വാസമാവും. അപ്പോഴത്തേക്കിന് വെള്ളം തിളപ്പിച്ച് അവൻ കുളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അവൻ കുളിച്ചിട്ട് ഞാൻ പറഞ്ഞ അധികം നേരം വെള്ളത്തിൽ നിൽക്കരുത്. പിന്നെ തലയൊന്നും ഒത്തിരിയൊന്നും എണ്ണയൊന്നും തേക്കാൻ പോയില്ല. കാരണം 2 ദിവസം കുളിക്കാതിരുന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ഒരിതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കുളിക്ക് അന്നേരം ഒരു ആശ്വാസം കിട്ടുമെന്ന്. അപ്പം പോള് രാവിലെ ഇവൻ ഓൾറെഡി കിടക്കുന്നത് തന്നെ 12 മണി കഴിയും. എന്നിട്ട് രാവിലെ കൂട്ടുകാരും എല്ലാം കൂടെ കൂടി ഒരു 6-6:30 ആകുമ്പം ഗ്രൗണ്ടിൽ ഓടാൻ പോകും. എന്നിട്ട് വന്നിട്ട് ഇവൻ പിന്നെ അങ്ങ് ആകെ ടയേർഡാവില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞ് കുറച്ച് റീച്ചാനുണ്ടെങ്കിലും ഇപ്പം റീച്ചാനും ഡാഡിയും കൂടെ രാവിലെ ബാങ്കിൽ പോയേക്കുക. അപ്പോൾ ഇവന്മാർ ഞാനൂടെ ഉള്ളല്ലോ ഇവിടെ. അപ്പം ഞങ്ങളുടെ അന്നേരം ഇത്തിരി കൂടുതൽ ഇവിടെ ബഹളമാണ് ഞങ്ങൾ 3 കൂടെ. അപ്പം ഞാൻ പിന്നെ ഡാഡിയുടെ കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അവനവിടെ ഉറങ്ങുക. പിന്നെ അവനെ അടിച്ച് ഒക്കെ എണീപ്പിച്ചു. എന്നിട്ട് വീണ്ടും പറയുക അവൻ ഈ 4 മണിയാകുമ്പം പോകുന്നു. ഞാൻ പറഞ്ഞു ഇനിയും പോകത്തില്ലെന്ന്. ഇത്രയും നേരം കിടന്നിട്ട് പഠിക്കണ്ട, ഇനി അടുത്ത പോക്കിന് പോക്ക്. മറ്റവൻ എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. ഞാൻ അന്നേരം അവൻ എഴുതിയതൊന്നും ബുക്ക് നോക്കിയപ്പം ഹാൻഡ് റൈറ്റിങ്ങിൽ സ്പീഡ് എഴുതി ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും ഇതില്ല. അപ്പം സ്കൂളിലാണെങ്കിൽ പോട്ടെന്ന് പറയും. ഇപ്പം വീട്ടിൽ ഇരുന്ന് അവനൊന്ന് നന്നായി എഴുതിക്കൂടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയത്. അവൻ എങ്ങനെയായാലും അത് എഴുതിയിട്ട് കാർട്ടൂൺ കാണാനുള്ള വെപ്രാളമാണ്. അപ്പം ഞാൻ ഇന്നിവിടെ ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കുക. അതിന് അവൻ്റെ ലിപ്സൊക്കെ അങ്ങ് പൊട്ടുക. അപ്പം ഞാൻ പറഞ്ഞു കാർട്ടൂൺ കുറച്ച് നേരം ഒന്ന് കാർട്ടൂണൊന്ന് നിർത്തിയിട്ടൊന്ന് എന്തോ പഠിക്കണ്ടേ. അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനെടുത്ത് കബോർഡിൽ വെച്ചില്ലെങ്കിൽ ഇത് തന്നെ ഗതി. അപ്പം ഞാനതൊന്ന് നോക്കിയിട്ട് അവന് കുറച്ച് നേരം അത് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് പഠിക്കാൻ പറഞ്ഞു കുറച്ച്. അവിടെ ഇരിക്കട്ടെ ചേരാം. ഇത് റീഡ് ചെയ്ത് പഠിക്കാൻ കൂടെ മര്യാദയ്ക്കും. പിന്നെ വെറുതെ ആണോ എഴുതിയത്? അപ്പം പാവുഭാജിയുടെ ആ ബാജി ഇരിപ്പുണ്ടായിരുന്നു. അതും ബ്രെഡൂടെ ഇവനിഷ്ടമായിരുന്നു കൊച്ചവന്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അത് ഞാൻ കുറച്ചെടുത്ത് ഒരു കുഞ്ഞു ബൗളിൽ എടുത്തിച്ചിരി ഓവൻ്റെ അകത്ത് ചൂടാക്കി 2 ബ്രെഡൂടെ കൊടുത്തിട്ട് അത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊന്ന് കൊടുത്ത് നോക്കുക. കാരണം അവന് വായിക്കങ്ങനെ ടേസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. പഠിക്കുവാന്നോ നീ? अभी 24/7 मेरा लेना। എന്താണ് അവൻ്റെ വെള്ളം കോരി ഒഴിച്ചേ? പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുക. അപ്പോൾ ഇവനുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, കൈ കഴുകിയിട്ട് ആ കൈ അവൻ്റെ ദേഹത്തൊന്ന് കുടഞ്ഞു പോളിൻ്റെ. അതാന്ന് ചോദിച്ചാൽ എന്തിനാണ് അവൻ്റെ ദേഹത്ത്. ഈ പോളും എപ്പോഴും ഇങ്ങനെ അവൻ കൈ കഴുകുകയാണെങ്കിൽ ഇവൻ്റെ ദേഹത്ത് കുടഞ്ഞൊഴിക്കും. എന്നിട്ട് ടേസ്റ്റ് ഇല്ലെന്നും പറഞ്ഞൊക്കെ ഇരുന്ന് ഞിടുങ്ങുക. അപ്പോൾ പോൾ അവിടെ നിന്ന് ഓരോ കമൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. പോൾ പറഞ്ഞ് അവൻ വാരി കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി അടുത്ത ലകളയ്ക്ക് വേണ്ട, ഒന്നാതെ ഇടം കേഴ് എടുത്തിരിക്കുക. എന്നിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആൾ വേണ്ടാന്നും പറഞ്ഞൊക്കെ ഇരിക്കുക. പിന്നെ ഒരു വിധത്തിൽ അച്ചാമന്നെ മോനെ ചക്കരയെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഒത്തിരി പിള്ളേർക്ക് ഇത് കഴിക്കാനും കിട്ടത്തില്ല. നിനക്ക് കിട്ടുന്ന അത് സൗഭാഗ്യം എടുത്ത് കഴിച്ചു. ആരാ പറയുന്നേ? പോള് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് അവൻ അടിച്ചത്. എത്ര പേർക്ക് ഇത് കിട്ടാതിരിക്കുന്നത് കിട്ടിയത് പ്രാർത്ഥിച്ച് കഴിക്കാൻ. അയ്യേ,
ഇത് കൊച്ചങ്ങളുടെ അങ്ങനെ നീ നാട്ടക്കടിക്കോടാ ആ പൊടിക്കൊച്ചുണ്ട് കൂട് കൂട്ട് കഴിക്കോടാ വേണ്ട. കാബേജ് പോയെന്ന് അരിയട്ടെ. ഇന്നലെ അരിയാൻ സമയം കിട്ടിയില്ല. ഇനിയിപ്പം അരിയാം. മത്തങ്ങയും പയറുകൂടി ഉള്ള കറി ഇരിപ്പുണ്ട്. അവനും കൊടുക്കുന്നത്. हियरिंग प्रॉब्लम है अभी बहरा बोलूंगा अच्छा नहीं लगेगा बोल भी दिया कुट्टी അങ്ങനല്ല, താഴേന്ന് പിടി. താഴേന്ന് 2 ലെവലായിട്ട് പിടി. अरे वैसा नहीं कर भाई इतना भी मत कर गुड बॉय गुड बॉय गुड बॉय वो अरे भाई साहब खराब कर दिया ना तुम आता है प्रेजेंट को बड़ा बड़ा रशफुल स्लीप है നീ അല്ലേ എന്താ ജോലി ഉറങ്ങാത്തത്? कल परसों नहीं ना सोया था आइए मैं ये चिट्टी वो क्या कर रहा है कर क्या रहा है ये कर क्या रहा है तू എന്തുകൊണ്ട് നീ ചെയ്യുന്നേ ബോധമുണ്ടോ നിനക്ക് ബോധമുണ്ട് ഇന്ന് മോ പഠിച്ചത് പപ്പായ്ക്ക് സെൻഡ് ചെയ്യാൻ മോനെ പോ. അപ്പച്ചനില്ല, അപ്പച്ചന് പപ്പ അല്ലേലും ജോലിക്കുമില്ല. അപ്പച്ചൻ ഇന്ന് ഇവിടെ പോയത് കൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇല്ലായിരുന്നല്ലേ. അപ്പോൾ ഇവന്മാരുടെ ബഹളം കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഈ തുണിയൊക്കെ അവൻ ചോവിന് മടക്കത്തൊന്നുമില്ല. കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നോട്ടെന്നും പറഞ്ഞ് കുറച്ച് നേരം മടക്കാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ തന്നെ മടക്കണ്ട, എന്നാലും വെറുതെ ഇരുന്ന് ചെയ്യട്ടെ. അല്ലെങ്കിൽ അവൻ എപ്പോഴും ഈ കൊച്ചവൻ മൊബൈലില്ല. മറ്റവൻ്റെ ഇതിങ്ങി വാങ്ങിച്ചാലും മറ്റവനും അത് തന്നെ തതയുക. അപ്പോൾ ഈ കാബേജിൻ്റെ സ്മെല്ല് ഈ നമ്മളിങ്ങനെ അരിയുന്നുണ്ടെങ്കിൽ അടുക്കളയിലെല്ലാം ആവത്തില്ലേ, ആ സ്മെല്ലൊന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വ്യാപരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബ്രെഡ് ഇങ്ങനെ വെച്ചത്. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ആ സ്മെല്ല് പിന്നെ കാണത്തേ ഇല്ല. കുറച്ച് നേരം ആദ്യം വെക്കുന്നുടനെ പിന്നെ നമുക്കറിയത്തില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പം പിന്നെ ഈ കാബേജിൻ്റെ ആ ഒരു അവിഞ്ഞ സ്മെല്ലങ്ങ് മാറും. എന്തോ പറഞ്ഞിട്ട് പോയ എന്തോടെ പറഞ്ഞിട്ട് പോയെ? എത്ര വായിക്കാൻ പറഞ്ഞു? എത്ര ചാപ്റ്റർ വായിക്കാൻ പറഞ്ഞു? 6 വരെ ഇല്ലൂടെ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നല്ലേ. എന്നാ വായിന് എളുപ്പം. മോള് ചപ്പാത്തി വാങ്ങിക്കാൻ പോയി. അപ്പം ഇവനോട് പറഞ്ഞിട്ട് പോയി ബൈബിള് ഇത്ര അവനെന്തോ ടാർഗറ്റ് വെച്ചാൽ തോന്നും. ഇപ്പോൾ ഒരാൾ മനസ്സില്ലാ മനസ്സോടാ വായിക്കുന്നേ. അവൻ പോകാൻ നേരം അവനോട് പറഞ്ഞായിരുന്നല്ലോ, ഈ എന്തോ ചുക്കിപ്പൈ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഈ നമ്മുടെ ഈ സ്ട്രോ ഉണ്ടല്ലോ, സ്ട്രോ പോലൊരു അത്രേ ഉള്ളു സാധനം. അങ്ങനെ നീളത്തിലാണ്. അതിൻ്റെ അകത്ത് നിൽക്കുന്ന ചോക്ലേറ്റാണ്. അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് സിറപ്പ് പോലെ ഉണ്ടല്ലേ, മെൽറ്റായ തിന്നുന്ന ഇങ്ങനെ അത് ഉറിഞ്ചി അത് തിന്നുന്നത്. അത് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരണേ. അത് എന്തോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവന്മാർ പറഞ്ഞ് റേച്ചാൻ ഒരിടത്തുനിന്ന് വാങ്ങിച്ചോണ്ടേ 7 രൂപയും കണ്ടിരണം. കുഞ്ഞ് ഒരു സ്ട്രോ പോലുള്ള ഇതാണ്. എന്നാലും ഇവർ പറഞ്ഞില്ല അപ്പം ഇവിടെ 2 രൂപയുള്ളൂ. ഞാൻ പിന്നെ അവനെ വിട്ട് ഇരിക്കുന്നു. വന്നില്ല. അപ്പോൾ പോൾമോൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നാളി ആ ലഡു കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അന്ന് തൊട്ട് പറയാവാ പപ്പ ലഡു കൊണ്ടുവരണേന്ന്. അപ്പോൾ റേച്ചാനി ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പം ഇന്നവർ ബാങ്കിൽ പോയി. അപ്പം അന്നേരം പറഞ്ഞ് കൊണ്ടുവരണമെന്നില്ല. അങ്ങനൊരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ അന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അന്നേരം തൊട്ട് മനസ്സിനൊരിത്, അങ്ങനെ ആൾക്കതൊരു
ഇത് ആഗ്രഹം തോന്നിയതാണ്. ഞാൻ ഈ കാവേജ് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇട്ടൊന്ന് വഴട്ടിയേ. എപ്പോഴും ഞാൻ പറയുന്നതാണ്. പിന്നെ ആരേലും പുതിയ ആൾക്കാർ ഉണ്ടെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെന്നും പറഞ്ഞാൽ. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വലിഞ്ഞപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ ഇന്നലെ മസാല പുരട്ടി വെച്ചായിരുന്നല്ലോ മീൻ. ഞാൻ പറഞ്ഞതിൽ 4 ചൂര ഉണ്ടായിരുന്നു. അത് 2 എണ്ണം വെള്ളയായിരുന്നു, 2 എണ്ണം അത്രയും വെള്ളയല്ലായിരുന്നു, ഇത്തിരി ബ്ലാക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി വലിയ പീസ് പോലെ ഞാൻ ഇതുപോലെ കണ്ടിച്ചത്. അപ്പോൾ ഇങ്ങനെ വറുത്തതാകുമ്പോൾ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് വ്യത്യാസം അറിയത്തില്ല. അല്ലെങ്കിൽ ഇവർ അത് കഴിക്കത്തില്ല. കാരണം ആ ലിവറിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലേ. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷേ വറുത്തപ്പം അതൊന്നും മനസ്സിലായില്ല. പാത്രങ്ങളെല്ലാം സോപ്പിട്ട് വെച്ചതാ. ഇനി ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഊണിന് ഇത് ഒരു ദിവസത്തെ കൂട്ടാനല്ല, നേരത്തെ മീൻ തോരൻ. അതാർക്കും വേണ്ട. പിന്നെ അത് ഞാനെടുത്തു. ഇച്ചിരി കോവയ്ക്ക മെഴുക്കോട്ട ഉണ്ടായിരുന്നു, ബീട്രൂട്ട് തോരൻ, മീൻ വറുത്തത്. ഒഴിക്കാൻ പിന്നെ മത്തങ്ങയും പയറൂടെ ഉണ്ട്, അതേ എടുത്തില്ല. ഇങ്ങനെ കഴിക്കുന്നത് എനിക്കിഷ്ടം, ഒഴിക്കാതെ ഇങ്ങനെ. ഇപ്പോൾ റൈച്ചാൻ അതുവഴി അങ്ങ് ഓഫീസിൽ പോയി. ഡാഡി വന്നുകൊണ്ടെങ്കിൽ ലഡുവും കൊണ്ടാണ് വന്നത്. അപ്പോൾ അവൻ എത്ര ദിവസം കൊണ്ട് ലഡു പറഞ്ഞ് എന്ത് വന്നേലും ഇന്ന് അവൻ്റെ ആഗ്രഹം സാധിച്ചു. അപ്പം കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതെടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പം ലഡുവൊക്കെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതായിരുന്നു കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.